ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ എളാപ്പാൻ്റെ മോനെ കല്യാണം കൂടിയിട്ട് വരാം. പറഞ്ഞ പോലെ എളാപ്പാൻ്റെ മോൻ്റെ കല്യാണം കൂടാൻ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. എല്ലാവരും ഒരുക്കമൊക്കെ കഴിഞ്ഞ് എല്ലാവരും വണ്ടിയിൽ കയറിയിരിക്കുന്നു. എൻ്റെ ഒരു കപ്പളും കഴിഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞിട്ടൊരു കല്യാണം കൂട്ടുന്ന ഒരു പൊലിവുണ്ട്. കാരണം നമ്മൾ പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞാൽ ഒരുവിധമുള്ള പരിപാടികളൊന്നും നമുക്ക് ഉണ്ടാവില്ലല്ലോ. ഇതാട്ടിൻ്റെ പുതിയ ചെരുപ്പ് എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും അഭിപ്രായം പറയും. പിന്നെ ചെന്ന പാടന്നെ വെള്ളമൊക്കെ കിട്ടിയിട്ട് എന്നിട്ട് ആ വെള്ളം കൂടിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ കയറി. പിന്നെ കുറച്ച് ആൾക്കാരേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്നപ്പോൾ ചോറുണ്ണാൻ വേണ്ടി വിളിച്ചു. കാരണം തിരക്കാണ്, മുന്നിൽ ഫസ്റ്റത്തെ ട്രിപ്പിൽ തന്നെ ഇരിക്കാറുണ്ട്. അങ്ങനെ പോയി ചോറൊക്കെ തിന്ന്. ചോറൊക്കെ നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ല ചോറ് കഴിഞ്ഞിട്ടൊക്കെ നല്ല ഇഷ്ടമായി. പിന്നെ ചോറുന്നൽ കഴിഞ്ഞ് വന്നിങ്ങനെ ഇരിക്കുമ്പോഴാണ് ചെക്കന്മാരതിന് ഇങ്ങനെ അതിൻ്റെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ളൊരിത് കൊടുത്തിട്ടോ. കല്യാണം പിന്നെ വരുന്ന പടപ്പറമ്പ് അജുവ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു. പിന്നെ ഈ സംഭവം ഉണ്ടാക്കുന്ന കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ പലതരം മുട്ടകളും ജ്യൂസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം അങ്ങനെ പോയി നേരം. എൻ്റെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ ഫാമിലി ഫോട്ടോ എടുത്തിട്ട് ഇതിൽ കുറച്ച് ആൾക്കാരുണ്ട്, കുറച്ച് ആൾക്കാരില്ല. പിന്നെ ഇതാട്ടോ പുതിയാപ്പിള വണ്ടിയും. പിന്നെ തേടി പോകണ എല്ലാ വണ്ടീൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു പേപ്പർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതെന്താ വെച്ചാൽ മൂക്കിൽ പല്ല് മുളക്കും മുമ്പേ വിവാഹിതനാകുന്ന മുബിഷർ പാറോളിക്ക് വിവാഹ മംഗളാശംസകൾ അറിയിട്ടൊരു പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ സംഭവം. പിന്നെ അങ്ങനെ തേടി പോവുക കേട്ടോ. പെണ്ണിൻ്റെ പേര് ഒരു പാടത്ത് കൂടെ ഒക്കെ പോയിട്ട് കേട്ടോ. പിന്നെ ചെന്നപ്പോൾ ഒരു വെള്ളമൊക്കെ കിട്ടി. പിന്നെ കുബൂസും പൊറാട്ടയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുബൂസ് ഇത്തിരി കടായും കൂട്ടിയിട്ട് അങ്ങനെ ചായയൊക്കെ കുടിച്ച്. പിന്നെ ഒരു ചെക്കനും പെണ്ണിൻ്റെയും ഫോട്ടോഷൂട്ടൊക്കെ ആയിരുന്നു കേട്ടോ സ്റ്റേജിൽ വെച്ചിട്ട്. പിന്നെ കുറച്ച് നേരം അവിടെ നിന്നിട്ട് അങ്ങനെ തിരിച്ചു പോന്നു. ഇതാട്ടെ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നില്ല എടോർക്കുളം എന്ന് പറയുന്നത്. ഇതിൻ്റെ അടുത്ത് കൂടിയാണ് ഓളെ പെരേക്ക് പോവാം. എനിക്ക് ഈ കുളം ഭയങ്കര ഇഷ്ടമാണ്. നല്ല വലിയ കുളമാണ്. ഞങ്ങളവിടെയുള്ള ചെക്കന്മാരും എൻ്റെ അനിയന്മാരൊക്കെ അങ്ങോട്ട് വിളിച്ചാൻ പോക്കുണ്ട് കേട്ടോ. അധികം ഇവിടെ ചെക്കന്മാർ തന്നെ ഉണ്ടാവും. അങ്ങാടി ആയതുകൊണ്ട് ഇങ്ങനെ പല സ്ഥലത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് കാണാം അവിടെ നീന്താനൊക്കെ വരുന്നത്. വലിയ കുളമായതുകൊണ്ട് മഴക്കാലത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല തെളിഞ്ഞ വെള്ളമൊക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ. പിന്നെ ഓഡിറ്റോറിയം വെച്ചപ്പോൾ ഭയങ്കര പിന്നെ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് പിന്നെ ഇങ്ങനെ മുട്ടിത്തിരിഞ്ഞ് അവിടെ അങ്ങ് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ പുതിയണ്ണിന് കൊടുക്കാനുള്ള ബൊക്കയും പൂവൊക്കെ ആയിട്ട് കുട്ടികൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പെണ്ണും ചെക്കനൊക്കെ വന്നപ്പോൾ പിന്നെ പടക്കം പൊട്ടിച്ചിൽ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ടാവില്ല, ചെക്കന്മാരെ കലാപരിപാടികൾ. അങ്ങനെ ആ കലാപരിപാടികളൊക്കെ ഇട്ടത്. അങ്ങനെ പിന്നെ അവളും ഫോട്ടോസൊക്കെ എടുക്കൽ കഴിഞ്ഞിട്ട് അങ്ങനെ ഉള്ളിൽ കയറി. പിന്നെ പെണ്ണും എല്ലാവരുടെ അടുത്തൊന്നും പൂവൊക്കെ വേങ്ങൽ തുടങ്ങി കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ കഴിഞ്ഞു പോയ ഓരോ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും കേട്ടോ. എനിക്കൊന്നും എൻ്റെ കല്യാണ ദിവസം തന്നെ ഓർക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഫുള്ള് നിലവിളിച്ചുകൊണ്ട് ഇരുന്നിട്ടാണ്. പിന്നെ എന്താ വെച്ചാലും ഒരു പെൺകുട്ടികളെ സംബന്ധിച്ച് ആ പെൺകുട്ടിക്ക് സന്തോഷവും സങ്കടമൊക്കെ നിറഞ്ഞൊരു ദിവസമാവില്ല ആ ഒരു കല്യാണ ദിവസം. പിന്നെ ഇങ്ങനെ ബൊക്കൊക്കെ വീങ്ങി പിന്നെ ചെക്കന്മാരെല്ലാവരും കയ്യൊട്ടിപ്പാട്ടൊക്കെ പാടിയിട്ട് അങ്ങനെ പിന്നെ പെണ്ണിനും ചെക്കനെയും അങ്ങനെ ഓഡിറ്റോറിയത്തിനുള്ളിൽ കയറ്റി. പിന്നെ അങ്ങനെ ചെക്കൻ പെണ്ണിൻ്റെ കൈയൊക്കെ പിടിച്ചിട്ട് ഓളെ സ്റ്റേജിന്മേലൊക്കെ കയറ്റി കേട്ടോ. പിന്നെ അവർക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടാവുമല്ലോ. അങ്ങനെ പിന്നെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ചെക്കൻ്റെ കൂട്ടന്മാർ കൂടെ നിന്നിട്ടുള്ള ഫോട്ടോ എടുക്കലൊക്കെ എന്നിട്ടാ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചെക്കന്മാർ പാട്ടാടിയിട്ട് ഓലെ പാട്ടും കളിയും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചെക്കൻ്റെ പെങ്ങന്മാരെ കുട്ടികളും ഓലെ ഫാമിലിയിലത്തെ കുട്ടികളൊക്കെ കൂടിയിട്ടുള്ള ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ പെൺകുട്ടികളെ ഡാൻസൊക്കെ കാണാനും. അപ്പോൾ അത് കണ്ടപ്പോൾ ഈ ചെറിയ 2 കുട്ടികൾ ചെക്കൻ്റെ പെങ്ങന്മാരെ കുട്ടികളാണ്. അപ്പോൾ അറ്റങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഒരു ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പ്രത്യേക രസമാണ് ചെറിയ പെൺകുട്ടികളെ കളിയും ഓലെ പ്രവൃത്തികളൊക്കെ കാണാൻ. എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഞാൻ കുറച്ച് നേരം പിന്നെ അതൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.